Hello. Yeah. Sir, audible ആണ്. നമുക്ക് ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. 1 second. കേട്ടില്ല. Hello. Hello. Yes, sir, audible ആണ് sir. നമ്മൾ സ്റ്റുഡൻസ് ജോയിൻ ആവുന്നേ ഉള്ളൂ. നമുക്കൊരു മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ശരി. Hi everyone, welcome to Honest Academy. Honest Academyയുടെ ഒരു ഫ്രീ വെബിനാർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റെയിൽവേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ടെക്നീഷ്യൻ ജൂനിയർ എഞ്ചിനീയർ എക്സാമുകൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്നുള്ള സബ്ജക്ട് വളരെ ഈസി ആയി നിങ്ങൾക്ക് എങ്ങനെ പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മളുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റഫീഖ് സാർ നമുക്കൊപ്പം ഉണ്ട്. സർ, പ്ലീസ് ജോയിൻ അസ്. ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പം നമ്മുടെ RRB ALP പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലൊക്കെ ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ എൻ്റെ കയ്യിൽ ഫോണിലും കണക്റ്റഡ് ആണ്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റിൽ കമന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വോയിസിൽ വന്നാലും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് 2 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് എന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ അതാണ് നമ്മുടെ എയിം. ഓക്കെ, സോ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് വരികയാണെങ്കിൽ ചോദിച്ചാൽ മതി. അതിന്റെ മുമ്പ് ഓരോ ക്വസ്റ്റ്യൻസിലും നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിന്നെ ഇതിന്റെ കൂടുതൽ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും എല്ലാവരും സിലബസ് ഫെമിലിയർ ആയിരിക്കും. ഇപ്പൊ ALP ആണെങ്കിൽ ഒരുപാട് ടോപ്പിക്സ്, ALP അല്ല ഏത് എക്സാം ആണെങ്കിലും റീസണിങ് ഒരുപാട് ടോപ്പിക്സ്, നമുക്ക് റീസണിങ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അതേപോലെ പഠിക്കാനും നിങ്ങളൊക്കെ വളരെ എന്താ പറയാ മുന്നിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി എക്സാമിന് വന്നിട്ടുള്ളത്, എക്സാം ഡിസ്കഷന്. സോ എന്തായാലും ഏത് രീതിയിലുള്ള ടോപ്പിക്സ് ചോദിച്ചാലും ഒന്നാമത്തെ കാര്യം അതിൽ ഫെമിലിയർ ആവുക എന്നുള്ളതാണ്. സോ നോർമലി എല്ലാ എക്സാമുകൾക്കും ഉള്ളതുപോലെ ബ്ലഡ് റിലേഷൻ, കോഡിംഗ്, ഡീകോഡിംഗ്, സില്ലോജിസം, ഡയറക്ഷൻ സെൻസ്, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, ഒരുപാട് ടോപ്പിക്സ്, വെൻ ഡയഗ്രം പോലെയുള്ള ഒരുപാട് ടോപ്പിക്സ് ഇതിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏജ് കാൽക്കുലേഷൻ, കുറച്ച് QA RA രണ്ടും കൂടി പറയാൻ പറ്റുന്ന ടോപ്പിക്സും ഉണ്ട്. പിന്നെ അതേപോലെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടോപ്പിക്സ്. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് വളരെ ബുദ്ധിയുള്ള കുട്ടികളല്ല വേണ്ടത്, ബട്ട് എന്താണ്, പ്രാക്ടീസ് ആണ് വേണ്ടത്. സോ പ്രാക്ടീസ് ചെയ്യുക, സ്പീഡ് കൂട്ടുക, അത് തന്നെയാണ് വിജയത്തിനുള്ള മന്ത്ര. സോ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 പോവാം. ഹലോ, ഓഡിബിൾ അല്ലേ? അതെ സർ, ഓഡിബിൾ ആണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. വൺ സെക്കൻഡ്. ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? ക്യാൻസൽ. ഓക്കെ, ഫുൾ സ്ക്രീൻ അല്ല സർ.
ഓ, എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഇപ്പൊ ശരിയാക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ, ഞാൻ ഫസ്റ്റ് മുതൽ ഒന്നുകൂടി എടുക്കാം. ദാറ്റ് മീൻസ് നമ്മുടെ PPT എന്തോ ഷെയർ ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നതാണ്. കുഴപ്പമില്ല, ഈ പ്രാവശ്യം അത് റെഡി ആയിക്കോളും. ഓക്കെ, സോ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഏറ്റവും ആദ്യം നമുക്ക് ഇതെന്തോ ഒരു പ്രശ്നം പറയുന്നുണ്ടല്ലോ, ഓഫീസ് പ്രസന്റേഷൻ സർവീസ്, സം സോർട്ട് ഓഫ് ട്രബിൾ. സർ നേരത്തെ പ്രസന്റ് ആയതായിരുന്നു, എല്ലാം ഓക്കെ ആണ്, എന്തോ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് പ്രശ്നം എന്നറിയില്ല. ആർക്കെങ്കിലും അറിയുന്നവരുണ്ട് ജസ്റ്റ് ഒന്ന് വോയിസിൽ വന്ന് കമന്റ് ചെയ്യാം. ഇപ്പം നോർമലി ചെയ്യുന്ന പോലെ എന്തോ പ്രശ്നമുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഷെയർ എൻ്റെ സ്ക്രീൻ അല്ലേ കൊടുത്തേ? അതെ അതെ, ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടി ഷെയർ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് എടുത്തു വെക്കാം. സോറി ഫോർ ദ ട്രബിൾ. ഇത് ഇത്രയും ക്ലാസ്സുകളുടെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. നമുക്കൊരു 2 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം. ഒരു മിനിറ്റ്, എന്തോ ഇഷ്യൂ സംഭവിച്ചാണ്. പ്ലീസ് വെയിറ്റ് എവരിവൺ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഹലോ, ആ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അതെ, ഞാൻ ഒന്നുകൂടി ഒന്ന് ലോഗിൻ സൗണ്ട് ഒക്കെ ചെയ്യാണ്. നല്ല അതായത് ഓഡിബിൾ ആണ് സർ, സിസ്റ്റത്തിൽ ഒരു എന്താണ് കുഴപ്പമില്ല. പ്രശ്നം പറ്റിയെന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. ഞാൻ വീണ്ടും ലോഗിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോയിൻ ആയിട്ടുണ്ട്. എന്താണ് പ്രശ്നം? ഓക്കെ, ദിസ് ടൈം റെഡി ആവുന്ന പ്രതീക്ഷിക്കാം. സർ ഓക്കെ ആണോ? ഹലോ, ആ സർ, കേൾക്കാം സർ. ഓഡിബിൾ ആണ്. സ്ക്രീൻ വന്നിട്ടില്ല. എന്താണ് പ്രശ്നം പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ല. കമ്പ്യൂട്ടറിന് എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് എടുത്തു നോക്കുകയാണ്.
ഒരു കാര്യം ചെയ്യാം, ബ്രൗസറിന്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാനത് ബ്രൗസർ മാറ്റിയിട്ട് ഇന്റർനെറ്റ് എക്സ്പ്ലോററിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ, ജസ്റ്റ് 30 സെക്കൻഡ്. ഹലോ സാറേ. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ? എന്താണ് പ്രശ്നം പറ്റിയെന്നോ മറ്റോ അറിയോ? രവി സാറേ, ഹലോ ഹലോ, കേക്കാവോ? ഓക്കെ കേൾക്കാം സാറേ, കേൾക്കാം. സാറൊന്ന് പറയൂ. ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കിയേ. ഈ ഇതിന്ന് ഓക്കെ മീറ്റിംഗിൽ നിന്ന് ഇതായിട്ട് എൻഡ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് റീലോഗിൻ ചെയ്തേ. ഓക്കെ ഓക്കെ. ഓക്കെ. സാറേ, ഞാൻ ഒന്നുകൂടി ഒന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതാ ഇപ്പൊ കിട്ടുന്ന. സാറൊന്ന് സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. യെസ് യെസ്. വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സർ ഫേസ് കാണിക്കാൻ നോക്കണ്ട, ചിലപ്പോ അങ്ങനെ നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നതായിരിക്കും. സ്ക്രീന് വന്നു. ഹലോ, ഓക്കെ അല്ലേ? സർ രണ്ട് മൈക്ക് ഓൺ ആണ്, ഒരെണ്ണം ഓഫ് ചെയ്യണേ. എക്കോ വരുന്നുണ്ട്. ഹലോ, ഓക്കെ ആണ് സർ, ഓക്കെ ആണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ആദ്യമായിട്ടാണ് ഇത്രയും ക്ലാസ്സുകൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. എന്താ പ്രശ്നം പറ്റിയെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ ഇനി അധികം ലേറ്റ് ആക്കുന്നില്ല, നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ നമ്പർ 1 പോവാം. മൂവ് ആവുന്നില്ലല്ലോ ദൈവമേ.
ഇതിന്റെ സ്ലൈഡ് മൂവ് ഓക്കെ എൻ്റർ അടിക്കണം, എന്തോ വേറെ എന്തോ ഓപ്ഷൻ മാറ്റമുണ്ട്. ഇത് പുതിയ PPT ഫോർമാറ്റ് ആയിരുന്നു, ഞാൻ ഉണ്ടാക്കിയതല്ല, അതുകൊണ്ടായിരിക്കാം മേ ബി. സോ ലെറ്റ് സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതിൽ പറയാണ്, ഇഫ് എ യങ് സൺ വർക്ക്സ് ക്വിക്ലി ഫോർ 2 hours and prepares 16 items in a day, and his old father works slowly for 8 hours and prepares 20 items in a day, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ നിങ്ങളുടെ മെസ്സേജസ് കാണുന്നുണ്ട്, ഫോണിൽ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിൽ സത്യത്തിൽ ഇതൊരു വെറും റീസണിങ് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ വരുന്നത്. ജസ്റ്റ് നിങ്ങൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം കിട്ടും. അപ്പൊ ഇഫ് എ യങ് സൺ വർക്ക്സ് ക്വിക്ലി ഫോർ 2 hours and prepares 16 items in a day, അപ്പൊ 2 hours എന്താ പറയുക 16 items ഉണ്ടാക്കുന്നുണ്ട്. ഹലോ, സർ ഫേസ് ഓഫ് ആക്കിക്കോളൂ, എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. സാറിന്റെ വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആകുന്നുണ്ട്. ആണല്ലേ, ഞാൻ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വൈഫൈയിൽ എന്തോ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ നമുക്ക് തൽക്കാലം ഫേസ് ഓഫ് ആക്കിയിട്ട് ചെയ്യാം. ഓക്കെ സർ, കണ്ടിന്യൂ ചെയ്യാം. പ്രശ്നം വരികയാണെങ്കിൽ വൈഫൈ ഉണ്ട് കേട്ടോ, വൈഫൈ ഇല്ലാത്തതുകൊണ്ടല്ല, ബട്ട് എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഓക്കെ. സോ ഏത് ഓപ്ഷനാണ് കമന്റ് ചെയ്യുക, ഏത് ഓപ്ഷനാണ് വരിക എന്നുള്ളത് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തോളൂ. ദ സൺ ഹാസ് മോർ എനർജി. അതായത് എന്താ പറയുക, 2 hours 16 items പ്രിപ്പയർ ചെയ്യും ഇൻ എ ഡേ, ആൻഡ് ഹിസ് ഫാദർ വർക്ക് സ്ലോലി ഫോർ 8 hours ആൻഡ് പ്രിപ്പയർ 24 items in a day. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? എന്താണ് കറക്റ്റ്? ഏതാണ് കറക്റ്റ്? ദ സൺ ഹാസ് മോർ എനർജി ആണോ, ബോത്ത് ഹാവ് ഈക്വൽ പവർ എന്നാണോ, ബോത്ത് ഹാവ് ഈക്വൽ എനർജി ആണോ, ദ സൺ ഹാസ് മോർ പവർ? ഇത് മേ ബി ഒരു ബന്ധം ഇല്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ലൈക്ക് ഇതെന്താണ് ഈ എനർജി, എന്താണ് ഈ പവർ, എന്താണ് ഇതിൽ വരിക എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായേക്കാം. ബട്ട് സ്റ്റിൽ എന്താ പറയാ, ഒരാള് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താ വേണ്ടത്? അയാൾക്ക് പവർ ആണ് വേണ്ടത്. സോ 2 hours മാത്രം വർക്ക് ചെയ്തിട്ട് എന്താണ് 16 item ആണ് ഒരു സണ്ണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ഫാദർ ആണെങ്കിലോ 8 hours എടുത്തിട്ടാണ് 24 items പ്രിപ്പയർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റുന്ന സൺ ഹാസ് മോർ പവർ എന്നാണ് പറയാൻ പറ്റുക. സോ യു ക്യാൻ മാർക്ക് ഓപ്ഷൻ ബി ഇൻ ദിസ് കേസ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ഗൂഗിൾ മീറ്റിൽ കമന്റ് ചെയ്യാം. ഓക്കെ, സോ ഡി ഓപ്ഷൻ ആണ്. ഇതൊക്കെ ALP ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയാണ്, സെലക്ട് ദ നമ്പർ മിസ്സിംഗ് ദ ഗിവൺ സീരീസ്. നമ്പർ ഒന്ന് നോക്കി എന്താണ് വരിക എന്നുള്ളത്. സൗണ്ടിൽ ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? ഒരു സെക്കൻഡ്, ഞാൻ ഈ നെറ്റ്വർക്ക് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. Sorry everyone, sorry for the inconvenience.
ഹലോ ഹലോ സർ കേൾക്കാം സർ. സർ അല്ല, സൗണ്ട് ക്ലിയർ ആണോ? ആ ക്ലിയർ ആണ്, എല്ലാം ഓക്കെ ആണ്. എന്താണ് സംഭവിച്ചത്? ഒരു പിടുത്തമില്ല. ഏതായാലും പെട്ടെന്ന് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണ്? ആ സൗണ്ട് ക്ലിയർ ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് തുടങ്ങേണ്ടി വരുമായിരിക്കും. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ വെച്ച് ഒത്തിരി തുടങ്ങാം. സ്റ്റുഡൻസ് ലെഫ്റ്റും ആയി. ഓക്കെ ഓക്കെ. എന്താണ് സംഭവിക്കുന്നത്? സർ നേരത്തെ കാണിച്ചത് ഓക്കെ ആയിരുന്നല്ലോ. ഇതല്ലാതെ നേരത്തെ കാണിച്ചത് നോർമൽ PPT കാണിച്ചേ. അല്ല, ഇതിപ്പോ പകുതിയല്ലേ വരുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. നോർമൽ PPT നേരത്തെ കാണിച്ചത് ഓക്കെ ആയിരുന്നല്ലോ. അതെ, അത് ഫുൾ ആക്കുമ്പോ വരുന്നില്ല. ഇതിപ്പോ ഇന്നേ വരെ ഇല്ലാത്ത പ്രശ്നം. ഇതിപ്പോ എന്താ പ്രശ്നം പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതിപ്പോ എക്സിറ്റ് ചെയ്തു, ഫസ്റ്റ് മുതൽ എടുക്കുമ്പോ പിന്നെയും പ്രശ്നം. ഫസ്റ്റ് മുതൽ ഒന്നുകൂടി ഒന്ന് എടുത്തു നോക്കട്ടെ. ഈ പേജ് കറക്റ്റ് ലോഡ് ആയിട്ടുണ്ട്. ഫുൾ സ്ക്രീൻ അടിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കണ്ടില്ലേ? പകുതിയേ വരുന്നുള്ളൂ. ആർക്കെങ്കിലും അറിയാവോ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ്? സർ നമുക്ക് ഈ സെഷൻ എന്നാ ഈ മാറ്റി സെഷൻ വെക്കാം. ക്യാൻസൽ ചെയ്യാം. പിന്നൊരു ദിവസത്തേക്ക് സോറി ആക്കാം. ഫോർ ദി ഇൻകൺവീനിയൻസ് കോസ്റ്റ്. നമ്മൾ ഇന്ന് യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗും കൂടെ പോവായിരുന്നു. വെരി സോറി എവ്രി വൺ. നമ്മൾ ഈ സെഷൻ ഉടനെ തന്നെ വേറെ റീസ്കെഡ്യൂൾ ചെയ്യും. സോറി എവ്രി വൺ. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഇത് ഉടനെ തന്നെ റീസ്കെഡ്യൂൾ ചെയ്ത് ഞാൻ ഡേറ്റ് അറിയിക്കാം. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് കോസ്റ്റ്.